ഒട്ടേറെ ചിത്രങ്ങളിൽ സുഹൃത്തുക്കളായി അഭിനയിച്ച നടന്മാരും മന്ത്രിമാരുമായ സുരേഷ് ഗോപിയും കെ.ബി. ഗണേഷ് കുമാറും തമ്മിലുള്ള തർക്കം അടുത്തിടെ വാർത്തകളിൽ ഇടം പിടിച്ചതാണ്. തങ്ങൾ രണ്ടാളും മനസ്സിൽ ഒന്നും വെച്ചിട്ടല്ല തർക്കിക്കാറുള്ളതെന്നും ഒരു ഫ്രണ്ട്ഷിപ്പിനിടെയുള്ള രസകരമായ കൊടുക്കൽ വാങ്ങലാണെന്ന് ഇതെന്നുമാണ് ഗണേഷ് പിന്നീടുള്ള അഭിമുഖങ്ങളിൽ പറഞ്ഞത്. ഇപ്പോഴിതാ പത്തനാപുരം സെന്റ് സ്റ്റീവൻസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ശതാബ്ദി ആഘോഷത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ വീണ്ടും കൊണ്ടും കൊടുത്തും പുതിയ വാക്പോര് ആസ്വദിക്കുകയാണ് സംസ്ഥാന ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാറും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും. ഉപരാഷ്ട്രപതി സി.പി. രാധാകൃഷ്ണൻ പത്തനാപുരത്ത് പങ്കെടുത്ത ചടങ്ങിലായി വെച്ചായിരുന്നു സംഭവം. ആദ്യം സംസാരിച്ചത് ഗണേഷ് കുമാറായിരുന്നു. തന്റെ നിയമസഭാ മണ്ഡലത്തിൽ ആദ്യമായി വന്ന ഉപരാഷ്ട്രപതി സി.പി. രാധാകൃഷ്ണനും ഗവർണർ രാജേന്ദ്ര അർലോക്കർ എന്നിവർക്കൊപ്പം സുരേഷ് ഗോപിയും ഗണേഷ് കുമാറും സ്വാഗതം ചെയ്തു. "ഞങ്ങൾ തമ്മിൽ സ്നേഹമാണ്. പക്ഷേ പലർക്കും തെറ്റിദ്ധാരണയുണ്ട്. ഞങ്ങൾ ആത്മസുഹൃത്തുക്കളാണ്. നമ്മുടെ നാട്ടിൽ ആദ്യമായി വരുന്ന സുരേഷ് ഗോപിയും സ്വാഗതം ചെയ്യുന്നു. നന്ദി പറയുന്നു." സുരേഷ് ഗോപി ചങ്ങനാശ്ശേരി എസ്.പി. കോളേജിൽ എന്തോ സമ്മാനം നൽകിയിട്ടുണ്ടല്ലോ. അത് ബസ്സാണോ വിമാനമാണോ എന്ന് ചോദിച്ച് മനസ്സിലാക്കണം. പെട്രോളിയം സഹമന്ത്രി കൂടിയായ സുരേഷ് ഗോപി കോളേജിന് ബസ്സിൽ ഡീസൽ ഫ്രീ ആക്കിക്കൊടുത്തോ എന്നുകൂടി പറയണം എന്നും ഗണേഷ് കുമാർ തമാശ രൂപേണ പറഞ്ഞു. തുടർന്നുള്ള മറുപടി പ്രസംഗത്തിൽ ഇതിനുള്ള മറുപടി മാസ് ഡയലോഗിൽ സുരേഷ് ഗോപി തിരിച്ചു പറയുകയും ചെയ്തു. പത്തനാപുരത്തേക്കുള്ള തന്റെ പഴയ വരവുകൾ ഓർമ്മിപ്പിച്ചായിരുന്നു അത്. "ഞാൻ ഈ സ്കൂളിൽ ആദ്യമായാണ് വരുന്നത്. എന്നാൽ ബഹുമാനനായ ഗണേഷ് പറഞ്ഞതുപോലെ പത്തനാപുരത്ത് ആദ്യമായിട്ടല്ല വരുന്നത്. പത്തനാപുരത്ത് ഒരുപാട് തവണ കാര്യങ്ങൾക്കായി വന്നിട്ടുണ്ട്. കുട്ടിക്കാലം മുതൽ ഇവിടെ വന്നിട്ടുള്ള ആളാണ് ഞാൻ. ഞാൻ പത്തനാപുരത്ത് വന്നത് ഗണേഷ് കുമാർ എന്തായാലും ഓർക്കണം. കാരണം അദ്ദേഹം ആദ്യ ഇലക്ഷൻ നിന്ന സമയത്ത് ഏതാണ്ട് 4-5 വേദികളിൽ അദ്ദേഹത്തിന് വോട്ട് അഭ്യർത്ഥിക്കാൻ വന്നത് സ്നേഹപുരസ്കാരം അദ്ദേഹം ഓർക്കണം. ഞാൻ വന്ന വേദിയിൽ നട്ടുച്ചയ്ക്ക് റോഡ് സൈഡിൽ ഉമ്മൻചാണ്ടി സാറും അന്ന് വന്നിരുന്നു. അദ്ദേഹം ഗണേഷിന് വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ചിരുന്നു. അതും സത്യമാണ്, പരമാർത്ഥമാണ്. രണ്ടാമത്തെ തവണ തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം നിന്നപ്പോഴും ഞാൻ വരികയും ഗണേഷിന്റെ ഓഫീസ് ഉൾപ്പെടെ ഒരു വീട്ടിൽ നിന്ന്, അതും ഏതാണ്ട് ഒരു നട്ടുച്ച സമയമായിരുന്നു, ഒരു ഓപ്പൺ ജീപ്പിൽ കയറി നിന്ന് റോഡ് ഷോയ്ക്ക് പോയതും ഞാൻ നല്ലപോലെ ഓർക്കുന്നുണ്ട്. ഗണേഷ് മറന്നല്ല. എല്ലാ കാര്യങ്ങളും തമാശ രൂപേണ പറഞ്ഞു പോകുന്നത് പോലെ ഇതും അങ്ങനെ തമാശ രൂപേണ പറഞ്ഞുപോയി എന്നേ ഉള്ളൂ. ഈ എസ്.ബി. കോളേജ് ചങ്ങനാശ്ശേരി കൊടുത്തു എന്ന് പറയുന്ന ഒരു സമ്മാനം ഒരിക്കലും ബസ്സോ എയ്റോപ്ലെയിനോ ഒന്നുമല്ല. പെട്രോളും ഡീസലും ഒക്കെ ഫ്രീയായി കൊടുക്കണമെന്ന് ഗണേഷ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഞാൻ കൊടുക്കും. എന്നിട്ട് പത്തനാപുരം ഇങ്ങെടുക്കും എന്നുകൂടി എനിക്ക് പറയേണ്ടി വരും. ഈ വിദ്യാലയത്തിലാണ് കേരളത്തിലെ മിക്കവരുടെയും ഒക്കെ എല്ലാ കാര്യത്തെയും കോരിത്തരിപ്പിച്ച ശ്രീ പ്രേം നസീർ പഠിച്ചിരുന്നത്. ഇവിടെ തന്നെയാണ് എം.ജി. സുകുമാരനും കുഞ്ചാക്കോ ബോബനും പഠിച്ചു വളർന്നത്. ഇവിടെ തന്നെയാണ് ഉമ്മൻചാണ്ടിയും സ്വർഗീയനായ ശ്രീ പരമേശ്വരജിയും എന്നിങ്ങനെ ഭാരതീയരും കേരളത്തിലും ഒക്കെ അങ്ങേയറ്റം ഗുണങ്ങൾ നൽകി ഒരുപാട് പേർ പഠിച്ച വിദ്യാലയമാണത്. ഇവിടെ കൊടിക്കുന്ന് സുരേഷ് ഇപ്പോൾ 22 ലക്ഷം എന്ന സമ്മാനം അവർക്ക് കൊടുത്തു. അവിടെ അദ്ദേഹത്തിന് 1 കോടി വരെ കൊടുക്കാനാകും. പക്ഷേ എനിക്ക് തൃശ്ശൂരിൽ മാത്രമേ അത് ചെയ്യാൻ കഴിയൂ. അങ്ങനെയാണെങ്കിൽ ഈ എം.പി ഫണ്ടിന്റെ ഈ ഒരു പ്രശ്നം ഇല്ലെങ്കിൽ ഞാനൊരു 38 ലക്ഷം രൂപയുടെ ബസ് ഇപ്പോൾ തന്നെ ഈ നിമിഷം എഴുതി കൊടുത്തേനെ. പത്തനാപുരത്ത് ഞാൻ നിയമസഭാ എം.പി ആയിരുന്നപ്പോൾ കൊടുത്ത മാസ് ലൈറ്റ് ഇപ്പോഴും എരിയുന്നുണ്ട് എന്നായിരുന്നു സുരേഷ് ഗോപിയുടെ മറുപടി. എന്തായാലും പത്തനാപുരത്ത് സെന്റ് സ്റ്റീവൻസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ശതാബ്ദി വാർഷിക വേദിയിൽ രാഷ്ട്രീയ തമാശകളും വാക്പോരിനും സാക്ഷിയായി. നിയമസഭയിൽ 25 വർഷം പൂർത്തിയാക്കാൻ ഒരുങ്ങുന്ന ഗണേഷ് കുമാർ 2001-ലാണ് നിയമസഭയിലേക്ക് ആദ്യമായി മത്സരിച്ചത്. തുടർച്ചയായി 5 തവണ വിജയിച്ച ഗണേഷ് കുമാർ ആദ്യ 3 തവണ യു.ഡി.എഫിനൊപ്പം നിന്നും കഴിഞ്ഞ 2 തവണ എൽ.ഡി.എഫിന് ഒപ്പമാണ് നിന്നത്.